എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണിൽ നിസ്സാരമായി തോന്നുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ അത് വലുതാണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം, മനസ്സിലാകാൻ വേണ്ടി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കൂടി ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി ഞാൻ പറയാൻ. നമ്മുടെ കണ്ണിൽ നിസ്സാരമാണെന്ന് തോന്നുന്നത് പടച്ചവന്റെ കണ്ണിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ ഭീകരമാണ്. നമുക്ക് നിസ്സാരമായി തോന്നും. ഞാനൊരു ചെറിയ തിന്മയും ഒരു ചെറിയ നന്മയും 2 ഉദാഹരണം തൽക്കാലം ഞാൻ പറയുകയാണ്. ആദരവായ പ്രവാചകനും സ്വഹാബത്തും ഒരിക്കൽ ഒരു മഖ്ബറയിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറിന്റെ ഇടയിലെത്തിയപ്പോൾ ആ 2 ഖബറിലേക്ക് ഇശാറത്ത് ചെയ്തുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട്, സഖാക്കളോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഈ 2 ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഇന്നമാ യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, ഈ 2 ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. അത്ഭുതത്തോടെ സഹാബത്ത് നോക്കുമ്പോൾ നബി തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, ഇവർ വലിയ ഭീകരമായൊരു തിന്മയിൽ ഒരിക്കലും ജീവിച്ചതിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഇവർ ശിക്ഷിക്കപ്പെടുന്നത് ഭീകരമായ ഏതെങ്കിലും ഒരു തിന്മയുടെ പേരിലല്ല, ഭീകരമായ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല. ഇവർ ശിക്ഷിക്കപ്പെടുന്നത് വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, ഭീകരമായ ബീഭത്സമായ ഏതെങ്കിലും തിന്മയുടെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഏത് തിന്മയായിരുന്നു ആ 2 കൂട്ടരും ചെയ്തിരുന്നത്? നമുക്കറിയുന്ന കാര്യമാണ്. ഒരാൾ മൂത്രവിസർജനം നടത്തിയാൽ അവസാനത്തെ തുള്ളിയും അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഒരാൾ. അയാൾ മൂത്രമൊഴിച്ചാൽ കൃത്യമായിട്ട് മൂത്രത്തിന്റെ അവസാനത്തെ തുള്ളിയും ശരീരത്തിൽ നിന്ന് ഇറ്റുപോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകുന്ന ആളായിരുന്നു. അയാളുടെ ജീവിതം ആലോചിച്ചു നോക്കൂ. പള്ളിയിൽ വരുന്നത് മാലിന്യവുമായിട്ടാണ്, അയാൾ യാത്ര ചെയ്യുന്നത് മാലിന്യവുമായിട്ടാണ്, അയാൾ നിസ്കരിക്കുന്നത് അശുദ്ധിയോടെയാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത തിന്മ ഇത്ര മാത്രമാണ്. മൂത്രത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നില്ല. രണ്ടാമത്തേതോ, അത് ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പാ വരുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പടച്ചവൻ കണ്ണടയ്ക്കുമെന്ന് നമ്മൾ കരുതണ്ട. നിയമസഭയിലെയോ ലോക്സഭയിലെയോ തെരഞ്ഞെടുപ്പാകുമ്പോൾ, അതല്ലെങ്കിൽ മഹല്ല് ഭരണസമിതി, പരിപാലന സമിതി എന്ന ഉന്നതമായ ഭയപ്പെടേണ്ട ഒരു വിഷയമാകുമ്പോൾ, ആ വിഷയത്തിൽ നമ്മൾ ഒരു പ്രചരണം നടത്തുമ്പോഴും ഇതൊക്കെ അള്ളാഹു കണ്ണടയ്ക്കുമെന്ന് കരുതണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഏഷണി പറയുന്ന നമ്മളൊക്കെ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്തു പോകുന്ന ഒരു തിന്മയുടെ പേരിലാണ് അടുത്ത ഖബറാളി ശിക്ഷിക്കപ്പെടുന്നത്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയ പാപത്തിന്റെ പേരിലൊന്നുമല്ല ഇവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ കണ്ണിൽ അത് വലുതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. മനുഷ്യർ അത് വലിയ ഒരു തിന്മയായി കാണുന്നില്ല. ആളുകൾ പറയാത്തത് അപ്പുറത്ത് ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ്, അവിടത്തെ കാര്യം ഇവിടെ പറഞ്ഞ്, ഇവിടത്തെ കാര്യം അവിടെ പറഞ്ഞ് ഏഷണി പരത്തുന്ന ഏറ്റവും വലിയ വൃത്തിഹീനമായ മ്ലേച്ഛമായ സ്വഭാവം, അതൊരു ഭീകരമാണ് എന്നാരും മനസ്സിലാക്കാറില്ല. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഭീകരമാണ്. മൂത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ നിസാരമാണ്, ഓടുന്നു. പള്ളികളൊക്കെ ഇപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങളാണ്. പള്ളികളൊക്കെ ജൂതായുസം കടന്നുകൂടിയിരിക്കാൻ. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിക്കാരെ ആക്ഷേപിക്കുന്നു എന്ന് നിങ്ങൾ ആരും കരുതരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനങ്ങൾ പടച്ചതമ്പുരാന്റെ പള്ളികളിൽ എന്ന് വന്നോ, അന്ന് തുടങ്ങി ഈ മുസ്ലിം ഉമ്മത്തിന്റെ അദാബ്, ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിപത്ത്. മൂത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ നിസാരമായി കാണും, പക്ഷെ അള്ളാഹുവിനത് ഭീകരമാണ് എന്ന് ആരംഭപൂവായ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെറുതായി തോന്നും, പക്ഷെ അള്ളാഹു വലുതായാ കാണുന്നത്. ഇതൊരു തിന്മയുടെ വിഷയമാണെങ്കിൽ ഒരു നന്മ കൂടി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. 2 വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുന്നിൽ
ജാഗ്രതയോടെ കാതോർത്തുകൊണ്ട് സാഗോദം ശ്രദ്ധിച്ചിരിക്കുന്ന സഹാബത്തിനോട് പറയുകയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങൾക്ക് പറയാൻ എളുപ്പമുള്ള നാവിന് വഴങ്ങുന്ന ഏത് പ്രായക്കാരനും എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും എത്ര പ്രായം ആധിക്യമുള്ളവനാണെങ്കിലും പറയാൻ എളുപ്പമുള്ള 2 വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, നിങ്ങളുടെ നാവുകൾക്ക് എളുപ്പമാണെന്ന് കരുതിയിട്ട് പടച്ചവന്റെ മുമ്പിൽ വലിപ്പമില്ലെന്ന് കരുതല്ലേ. ഹബീബത്താനി ഇലർ റഹ്മാൻ, സർവാധിപതിയായ സർവലോക സംരക്ഷകനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവഗുണസമ്പൂർണനായ സർവാധിപതിയായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവന്റെ അടുക്കൽ ഏറ്റവും പ്രിയങ്കരമായ 2 വാചകങ്ങളാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നാളെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന 2 വാചകങ്ങളാണ്. ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആർക്കാ പറയാൻ പറ്റാത്തത്? പ്രായമുള്ളവനും പ്രായം ഇല്ലാത്തവനും ഒക്കെ പറയാൻ പറ്റും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. പറയാൻ എളുപ്പമുണ്ടെന്ന് കരുതി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ പുണ്യമില്ലാത്തതാണെന്ന്? മീസാനിൽ ഇത്രത്തോളം ഭാരം തൂങ്ങുന്ന വേറൊന്നുമില്ല. ഉഹദ് മലയോളം സംഭാവന കൊടുത്താലും, എത്ര വലിയ ചാരിറ്റി നടത്തിയാലും, ഏതൊക്കെ പള്ളി നിർമ്മിച്ചു കൊടുത്താലും, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഈ 2 വാചകങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തുലാസിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം അത് മറ്റമലുകൾക്ക് ഉണ്ടാകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ചെറുതായിട്ടല്ലേ തോന്നിയത്? അള്ളാഹുവിന്റെ അടുക്കൽ വലുതാണ്. ചുരുക്കത്തിൽ ഞാൻ പറയാൻ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ക്യാപ്ഷൻ അത് നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ജലീൽ സാഹിബ് ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം കൂടി പറയാം. മെനിങ്ങാന്നൊരു യാത്ര പോകുമ്പോൾ കാറിൽ എൻ്റെ കൂടെ 2-3 പേരുണ്ട്. പുറകിലിരിക്കുന്ന ആള് ഞാൻ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ തോളത്ത് ഇങ്ങനെ കിടന്ന് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് അല്പം മാറി നിൽക്ക്, കാരണം എൻ്റെ ശരീരം പുറം വേദനിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് അവിടെ ഇരിക്കി. അദ്ദേഹത്തിന് രഹസ്യം പറയാനും സംസാരിക്കാനും കുശലം പറയാനും ഒക്കെ അദ്ദേഹം പുറകിലിരുന്നിട്ട് മുന്നിലിരിക്കുന്ന എൻ്റെ തോളത്ത് ഇങ്ങനെ വീണ് കിടക്കുക. അങ്ങനെ 3 പേരുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ നമസ്കാരത്തിനു വേണ്ടി ഒളു ചെയ്ത് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹയാത്രികർ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിരിക്കുക. കസറിന്റെ വഴിദൂരമുണ്ട്. ഒരാൾ തെക്ക് നിൽക്കുന്നു, ഒരാൾ വടക്ക് നിൽക്കുന്നു. ഞങ്ങളൊരു വണ്ടിയിലാണ് വന്നത്. നമ്മൾ ആലോചിക്കണം, ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് തോളത്ത് തൂങ്ങിക്കിടന്ന് സംസാരിക്കുന്നവനും മാളിലും തിയേറ്ററിലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും കവലകളിലും എവിടെയും അവർ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പള്ളിയിൽ കയറുമ്പോൾ മാത്രം ഒരുത്തൻ തെക്ക്, മറ്റൊരുത്തൻ വടക്ക്. എന്താ? മുസ്ലിം കൊറോണയാണോ ഉള്ളത്? എന്ത് കൊറോണയായത്? ഞാൻ ആ ഭാഗത്തെ പറ്റി പറഞ്ഞാൽ പല പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നില്ല. എൻ്റെ ജുമഅക്ക് ഞാൻ സാധാരണ പള്ളിയിൽ പറയാറുണ്ട്, അവിടെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ വളരെ വസ്തുനിഷ്ഠമായി ഞാൻ എൻ്റെ ക്യാപ്ഷനിലേക്ക് മടങ്ങി വരികയാണ്. ആർക്കാണ് ഇസ്സത്തുള്ളത്? ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ഇനിയും എനിക്ക് ശേഷം പ്രഭാഷകർ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ വിശാലമായി പറയുന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അല്ലാഹു തആല അഭിമാനത്തോടെ ഏതൊരു മനുഷ്യന്റെ കയ്യിൽ ഏറ്റവും വലിയ അഭിമാനത്തെ കൈമാറിയിട്ടുണ്ടോ, അത് സമ്പത്തല്ല, സന്താനങ്ങളല്ല, സംവിധാനങ്ങളല്ല, അവനുള്ള സൗകര്യങ്ങളൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ അഭിമാനമായി അല്ലാഹു നമുക്ക് നൽകിയത് പരിശുദ്ധമായ ഹിദായത്താണ്, ഇസ്ലാമാണ്, ഈമാനാണ്. ആരുടെ മുമ്പിലും അടിയറവ് പറയാത്ത, ആരുടെ മുമ്പിലും നമ്മൾ തലകുനിക്കാത്ത അല്ലാഹു ഏറ്റവും വലിയ ഭാഗ്യമായി അഭിമാനമായി നമുക്ക് നൽകിയിട്ടുള്ളത് ഈമാനാണ്. പണ്ട് മുസ്ലിം സമുദായത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? ഇപ്പോഴത് പറഞ്ഞാൽ നമുക്കതൊരു മോശമായിട്ട് തോന്നും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അങ്ങനെ വ്യക്തിപരമായി ഞാനൊരു അഭിപ്രായം പറയുകയാണ്. എനിക്ക് മുഖ്യപ്രഭാഷണം എന്ന വിഷയത്തിൽ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മളെയൊക്കെ ആക്ഷേപിക്കാറുള്ളൊരു പേരുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഹാലളക്ക ഇനി ഉണ്ടാകണ്ട. നമ്മളെ വിളിക്കുന്നൊരു പേര് മേത്തന്മാരെന്നാണ്, അല്ലേ? എന്താ മേത്തന്മാരെന്ന് പറഞ്ഞാൽ? ഖുർആനിന്റെ പദാനുപദമാണത്. എന്തിന് നമ്മൾ പേടിക്കണം? മേത്തന്മാരെന്ന് വിളിച്ചാൽ ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്തോ. മേത്തന്മാരെന്ന് പറഞ്ഞാൽ മേൽത്തരക്കാരെന്നാണ്. ഇതാരാ പറഞ്ഞത്? ഏതെങ്കിലും 4 കിടക്കാരനോ അല്ലെങ്കിൽ 3 കിടക്കാരനോ അല്ലെങ്കിൽ കൂലി വാങ്ങിയിട്ട് 4 കൂലി വാങ്ങിയിട്ട് തെരുവിൽ പ്രസംഗിക്കുന്ന ആരെങ്കിലും പറഞ്ഞതല്ല ഇത്.
ഇത് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവാണ്. അൻതുമുൽ അലവൂൻ, നിങ്ങളാണ് ഉന്നതിയിലെത്തിയവർ, മേൽത്തരക്കാർ നിങ്ങളാണ് മേൽത്തരക്കാർ. നിങ്ങൾ കഴിഞ്ഞ ലോകത്ത് വേറെ ആരുമുള്ളൂ. പക്ഷേ അത് അംഗീകരിക്കാൻ ഇവിടെ കുറെ സമൂഹം തയ്യാറാകുന്നില്ലെന്നേ ഉള്ളൂ. ഹിദായത്ത്, ഞാനൊരു സമൂഹം എന്ന് പറയുന്നത് മുസ്ലിം അമുസ്ലിം എന്ന ഒരു വേർതിരിവിന്റെ പേരിലല്ല. ഇസ്ലാമിലുള്ള ആളുകൾ തന്നെ, നമുക്കറിയുമല്ലോ, ഇസ്ലാം വിശ്വാസികളായ പേരുള്ള പല ആളുകളും തന്നെ ഈ പരിശുദ്ധമായ മതത്തെ, ദീനിനെ ആക്ഷേപിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ രീതിയിൽ ആ സമയങ്ങളിലൊക്കെ പണ്ഡിതന്മാർ വ്യക്തമായ നിലയിൽ മറുപടി കൊടുക്കുന്നുമുണ്ട്. അതിൽ അവരെ ഞാൻ നല്ല നിലയിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ലോകത്തെ ഏറ്റവും ഉന്നതിയിലുള്ളവർ മുസ്ലിം സമുദായമാണ്. അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല? അത് അസൂയയുടെ പേരിലാണ്. ഒരു ചെറിയ കാര്യം നിങ്ങൾ കേട്ടോളി. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന യഹൂദി പണ്ഡിതൻ, അദ്ദേഹം ഒരു ദിവസം ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് 3 സംശയമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ് കൃത്യമായി തീർത്തു തരുമെങ്കിൽ ഞാൻ മുസ്ലിം ആകാം, ഞാൻ തയ്യാറാണ്. 3 സംശയം എനിക്കുണ്ട്. ആ സംശയം നിങ്ങൾ കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ മുസ്ലിമായി കൊള്ളാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താണ് 3 സംശയം? 3 സംശയം ചോദിച്ചു. അതിന് 3നും കൃത്യമായി നബി തങ്ങൾ മറുപടി കൊടുത്തു. ഇദ്ദേഹം ജൂത പണ്ഡിതനാണ്, അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം വ്യക്തമായിട്ട് മറുപടി കേട്ടു. ആ സമയത്ത് പറഞ്ഞത്, സ്വദഖ്ത യാ മുഹമ്മദ്, നബിയെ അങ്ങ് സത്യം പറഞ്ഞിരിക്കാം, ഇനി ഞാൻ മുസ്ലിം ആകാൻ പോവാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യഹൂദി പണ്ഡിതനാണ്, ഒരു പുരോഹിതനാണ്, ജൂതന്മാർ ആദരിച്ചിരുന്ന മനുഷ്യനാണ്, ഏറ്റവും വലിയ നിപുണനാണ്. ആ മനുഷ്യൻ 3 സംശയങ്ങൾ ചോദിച്ചത് തൗറാത്തിലുള്ള സംശയങ്ങളാണ്, തൗറാത്തിലുള്ള വിഷയമാണ്. അത് പ്രവാചകനാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയൂ. അത് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. 1, ഈ മക്കള് വാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ കോലത്തിരിക്കുമല്ലോ. ചില മക്കൾ ഉമ്മയുടെ രൂപത്തിലായിരിക്കും, ചില മക്കൾ വാപ്പാടെ കോലത്തിലായിരിക്കും, അല്ലേ? അപ്പൊ ചോദിച്ചു, മുഹമ്മദേ, ചില മക്കള് വാപ്പായെ പോലെ ഇരിക്കും, ചില മക്കൾ ഉമ്മായെ പോലെ ഇരിക്കും, അതെങ്ങനെയാണ്? അതിന് മറുപടി കൃത്യമായിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. തൽക്കാലം ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. രണ്ടാമത്തേത്, സ്വർഗപ്രവേശനം ലഭിക്കുമ്പോ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തു. ലോക അവസാനത്തിന്റെ ആദ്യ അടയാളം ഏതാണ്? അതും പറഞ്ഞു കൊടുത്തു. ഇത് 3ഉം പറഞ്ഞപ്പോ പറഞ്ഞു, സ്വദഖ്ത യാ മുഹമ്മദ്, സത്യം പറഞ്ഞിരിക്കുക, ഞാനിത് അവിശ്വസിക്കുന്നു. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നബി തങ്ങൾ ചോദിച്ചു, എന്താ? ജൂത പണ്ഡിതനാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്നൽ യഹൂദ ഖൗമു ഫുജൂരിൻ, നബി അറിയുമല്ലോ ജൂതന്മാര് തെമ്മാടികളാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമായെന്നറിഞ്ഞാൽ അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിമായെന്നുള്ള കാര്യം അവരെ തൽക്കാലം അറിയിക്കരുത് എന്ന് പറഞ്ഞ് നബി തങ്ങളോട് റിക്വസ്റ്റ് നടത്തി. അള്ളാന്റെ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ തീരുമാനവും അഭിപ്രായവും അനുസരിച്ച് തന്നെ പുറകിലൊരു പ്രത്യേക റൂം റെഡിയാക്കിയിട്ട് അവിടെ താമസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ജൂതന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇനി കേൾക്കണം. ജൂതന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, അബ്ദുല്ലാഹി ഇബ്നു സലാം എങ്ങനെയാ ആള്? നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് അദ്ദേഹത്തിനെ പറ്റി? ആ സമയത്ത് ജൂതന്മാര് ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, സയ്യിദുനാ വബ്നു സയ്യിദിനാ വഖൈറുനാ വബ്നു ഖൈരിനാ വഅനു ആലിമിനാ. ഞങ്ങളുടെ നേതാവാണ്, നേതാവിന്റെ മോനാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവനാണ്, വിവരമുള്ള ആളിന്റെ മകനാണ്, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ശ്രേഷ്ഠതയുള്ള ആളിന്റെ മോനാണ്. ഞങ്ങൾക്ക് അബ്ദുസലാം എന്ന് പറയുന്ന, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ എന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. അത്രത്തോളം ഞങ്ങൾക്ക് ആദരവാണ്, ബഹുമാനമാണ്. എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങൾക്ക് നിരൂപണം നടത്തി തരാൻ അബ്ദുല്ലാഹി ഇബ്നു സലാമിന് കഴിയൂ എന്ന് പറഞ്ഞ് പുകഴ്ത്തി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഓ ജൂതന്മാരെ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നാ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്നെ കൊണ്ട് വിശ്വസിച്ച നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ ജൂതന്മാരെ വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ?
പടച്ചവൻ അദ്ദേഹത്തെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പണ്ഡിതൻ, ഞങ്ങളെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യന് അങ്ങനെ പിഴച്ചു പോകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പടച്ചവൻ അദ്ദേഹത്തെ കാത്തോളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, പിന്നിൽ നബിതങ്ങൾ നിർത്തിയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം അവിടെ നിന്ന് കറക്റ്റ് മാറ്റിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാ. മുന്നിൽ തടിച്ചുകൂടിയ ജൂത സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം ഉറക്കെ പറഞ്ഞതെന്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ കലിമ പറഞ്ഞ് ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായ ഹബീബായ നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ വരെ ഈസാ നബിയെ തെറിവിളിച്ചിരുന്ന, ഇന്നലെ വരെ ഈസാ നബി ആക്ഷേപിച്ചിരുന്ന, ഇന്നലെ വരെ ഈസാ നബി വ്യഭിചാര പുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം ഈസാ എന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഏറ്റവും വലിയ അഭിമാനത്തിന്റെ പ്രതീകമായി ഇസ്ലാമിയെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിൽ ആകട്ടനായി കൊണ്ട് കലിമ പറഞ്ഞപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജൂതന്മാരെന്താ ചെയ്തതെന്നറിയോ? സഹോദരങ്ങളെ, ജൂതന്മാരെ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ശർറുനാ വബ്നു ശർരിനാ ഖബീസുനാ വബ്നു ഖബീസിനാ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനവനാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനവനാണ്, യവന്റെ വാപ്പ ഏറ്റവും നെറികെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, മോശക്കാരനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശക്കാരൻ ഇവനാണ്, ഇവന് വിവരം കെട്ടവനാണ്, വിവരം കെട്ടവന്റെ മകനാണ്, ഇവൻ ഈ നാട്ടിലെ ഏറ്റവും മോശക്കാരനാണെന്ന് അവര് പടിയിറങ്ങുകയാ. നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ മോശക്കാരനായി ചിന്തിച്ചത് എന്തിന്റെ പേരിലാ? ആ അഭിമാനകരമായ മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടേക്കാ ഹബീബായ നബി തങ്ങൾ ക്ഷണിക്കുന്നതെന്നറിയോ? തീവ്രവാദത്തിലേക്കല്ല, ഭീകരവാദത്തിലേക്കല്ല, സ്വജനപക്ഷപാതത്തിലേക്കല്ല, വംശീയതയിലേക്കല്ല. എവിടേക്കാണ് ഹബീബ് ക്ഷണിച്ചിട്ടുള്ളത്? എവിടേക്കാണ് പ്രവാചകനെ ക്ഷണിച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കേട്ട് മോശം പറയാൻ ആരാണ് ശ്രമിച്ചിട്ടുള്ളത്? ജബ്ബാറിനെ പോലെ, ജാമിദയെ പോലെ, ഇസ്ലാമിനെ പറ്റി പുലബന്ധം പോലും ഇല്ലാത്ത നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രതീകങ്ങൾ മാത്രമാ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി കേട്ട് മോശം പറഞ്ഞിട്ടുള്ളത്. നല്ല വിവരമുള്ള ചിന്തകന്മാര്, ബുദ്ധിജീവികൾ, വിജയിഷുകൾ, അതുപോലെ രാഷ്ട്രീയ വിചക്ഷണന്മാർ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് മനോഹരമായി പ്രതിപാദിക്കുമ്പോ വാചാലമാകുമ്പോ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുമ്മത്തിനോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് ക്ഷണിച്ചത് എവിടേക്കെന്നറിയോ? പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് എവിടേക്കാ ക്ഷണിച്ചത്? എന്നെ കേൾക്കുന്ന എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട്, എന്നെ ഇതിലൂ നേരിട്ട് കാണുകയും നേരിട്ട് കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ഇതിൽ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോടോ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ എവിടേക്കാ ക്ഷണിച്ചതെന്നറിയോ? ഇവിടത്തെ അൽ ജന്നത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ക്യാപ്ഷൻ വെച്ചിരിക്കുന്നത് അതാണ്. അഭിമാനത്തിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് ക്ഷണിച്ചത്. ഏതഭിമാനമാണ്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധമായ ജുമുഅ ദിവസത്തിന്റെ ഇശാ, രാവിന്റെ ഇശാ നിസ്കാരത്തിൽ നമ്മൾ കേൾക്കുമല്ലോ, 3 വർഷക്കാലം ഞാൻ ഈ കരമന ജുമുഅത്ത് പള്ളിയിൽ വേഴവും വെള്ളിയും ഞാൻ ജോലി നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഇശാ നമസ്കാരത്തിൽ വ്യാഴാഴ്ച നമ്മൾ കേട്ടിട്ടുള്ളത്, വ്യാഴാഴ്ച നമ്മൾ ഓതിയിട്ടുള്ളത് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരാണ് അഭിമാനത്തോടെ ജീവിക്കുന്നതെന്നറിയോ? ആർക്കാ അള്ളാഹു അഭിമാനം എന്ന വികാരം കൊടുത്തതെന്നറിയോ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇത് പറയുന്നത് ഖുർആനാ, ഇത് പറയുന്നത് ഖുർആനാ. ഒരു വരിക്ക് പോലും, ഒരു വള്ളിക്ക് പോലും, ഒരു പുള്ളിക്ക് പോലും ഒരു വ്യത്യാസം വരുത്താൻ കഴിയാത്ത, ആരെക്കൊണ്ടും മാറ്റി എഴുതാൻ കഴിയാത്ത ഇന്ത്യയുടെ പരിശുദ്ധമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എത്ര
എത്ര പ്രാവശ്യമാണ് ഭരണഘടന തിരുത്തി എഴുതിയിട്ടുള്ളത്? ഇന്ന് അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലിരിക്കുന്നവർ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ? നാളെ തിരുത്തി എഴുതൂലേ? അർദ്ധരാത്രി 12 മണിക്കല്ലേ പലതും എഴുതി കുറിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നേ വരെ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരാൻ കഴിയാത്ത നിലയിൽ ഏകനായ സർവാധിപതിയായ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ആരൊക്കെ എന്തു പറഞ്ഞാലും ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ അഭിമാനത്തോടെ ജീവിക്കുന്നത് അല്ലാഹു പരിചയപ്പെടുത്തിയ കൂട്ടര് മാത്രമേ ഉള്ളൂ. അല്ലാഹു പറയുന്നു വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി. ആർക്കാണ് അഭിമാനമെന്നറിയോ? അല്ലാഹുവിന് മാത്രമാണ്. വലിറസൂലിഹി, ആ അല്ലാഹുവിൽ നിന്ന് ഒരു ചെറിയ റിസാലത്തിലൂടെ, ഒരു ഭീകരമായ റിസാലത്തിലൂടെ, ബീഭത്സമായ റിസാലത്തിലൂടെ, ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത റിസാലത്തിലൂടെ ഹബീബായ നബി തങ്ങൾക്കും ആ ഇസ്സത്ത് അല്ലാഹു കൊടുത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ഇസ്സത്തുള്ള മനുഷ്യനാണ്. ആ പ്രവാചകനെ വിശ്വസിച്ചതിലൂടെ ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിനും അല്ലാഹു കൊടുത്തിരിക്കുകയാണ് വലിൽ മുഅ്മിനീ. ഇവിടെ അഭിമാനമാർക്കാ, ഇവിടെ അന്തസ്സാർക്കാ, ഇവിടെ ഇസ്സത്താർക്കാ, ഇവിടെ ആഭിജാത്യമാർക്കാ? അത് അല്ലാഹുവിനാണ്. അവന്റെ ദൂതൻ റിസാലത്തിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച സാധുക്കളായ നമ്മളുണ്ടല്ലോ, ഇപ്പരെന്തെങ്കിലും ചതച്ചരക്കപ്പെടുന്നവര്, മറ്റ് സമുദായ മറ്റ് സംസ്ഥാനങ്ങളിൽ ചതച്ചരക്കപ്പെടുന്നവര്, പോത്തിന്റെയും പശുവിന്റെയും പേരിൽ ചതച്ചരക്കപ്പെടുന്നവര്, അവരെ എല്ലാവരെയും ആരൊക്കെ ചവിട്ടിയരച്ചാലും ഇന്നും നമ്മൾ കണ്ടല്ലോ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ തല്ലിക്കൊന്നിരിക്കുകയാ. ആലോചിക്കണേ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, എവിടെയെല്ലാം തീവ്രവാദികളെന്ന് വിളിച്ചാലും, എവിടെയെല്ലാം എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ഒന്നോർക്കണേ, അഭിമാനമാർക്കാണ്? വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമാണ്. പക്ഷെ ആരറിയുന്നില്ല. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂ. കപട വിശ്വാസികൾക്കത് തിരിയൂല. അല്ലാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമുള്ള ഇസ്സത്ത് ലോകത്ത് മുഅ്മിനീങ്ങൾക്കല്ലാതെ മനസ്സിലാകൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്സത്തോടെ ജീവിക്കുക, അഭിമാനത്തോടെ ജീവിക്കുക. നിങ്ങളെ ക്ഷണിക്കുന്നത് അതിലേക്കാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുമ്പിൽ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുന്നിൽ ഒരു സിനിമാ സംവിധായകൻ വന്നു. ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ വാചാലമായി വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ മുസ്ലിം ആകട്ടെ എന്ന് ചോദിച്ചപ്പോ ബഷീർ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? നോ വേക്കൻസി. സീറ്റ് തീർന്നു പോയി, വേക്കൻസി ഇല്ല. ഇസ്ലാമിനെ പറ്റി വാചാലമാകുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനും ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇവിടെ വേക്കൻസി ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? മതം മാറുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ കാര്യമില്ല, അല്ലേ? ഇപ്പൊ ത്വലാഖിന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ 3 തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് മുത്തലാഖ്, മറ്റൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കരമന ജോലി നോക്കിയെങ്കിലും ഞായറാഴ്ചകളിൽ ഇല്ലാത്തത് കൊണ്ട് കല്യാണങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. വളരെ വിരളമായ വ്യാഴാഴ്ചകളിൽ നടക്കുന്ന നിക്കാഹുകളിൽ മാത്രമേ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് 21 വയസ്സ് വേണമെന്നാ പറയുന്നത്. ഇതെത്ര മണ്ടത്തരമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം ഞാൻ പറയാം. എൻ്റെ മകളുടെ നിക്കാഹ് വന്നു, നിയമം വന്നു 21 വയസ്സായാലേ അവരെ വിവാഹം നടത്താവൂ എന്നൊരു നിയമം വന്നാൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ മകളെ നിക്കാഹ് നടത്തിയാൽ ആ നിക്കാഹ് നടത്തുന്നത് ഞാനും കെട്ടാൻ പോകുന്ന ചെക്കനും 2 സാക്ഷികളുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിക്കാഹ് റെഡിയായി. അതിനുശേഷം അവർ ഒരുമിച്ച് ജീവിച്ചാൽ ഇന്ത്യയിൽ അങ്ങനൊരു നിയമമുണ്ടോ? ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ, നിങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുമ്പോ, ഈ കുഞ്ചാലും മൂട്, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ചാലും മൂട്ടിലൂടെ ഒരുത്തൻ നമ്മൾ ഈ ഇരിക്കുന്ന എന്റെയോ നിങ്ങളെ ആരെങ്കിലും കെട്ടിയോളെ ബൈക്കിന്റെ പുറകിൽ വെച്ചുകൊണ്ട് പോയി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക, എന്റെ കെട്ടിയോളെ ഒരുത്തൻ ബൈക്കിൽ വെച്ചുകൊണ്ട് പോവാ, ഞാൻ ആരോടാ പരാതിപ്പെടുക? ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അവള് പറയാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കെട്ടിക്കാത്ത പെണ്ണിന്റെ അവസ്ഥ അത് തന്നെ. ഒരു ചെറുപ്പക്കാരോടൊപ്പം കറങ്ങിയെന്നതിന്റെ പേരിൽ ഒരിക്കലും ഇവിടെ അറസ്റ്റ് ചെയ്യാനോ ഇവിടെ നിയമങ്ങളൊന്നുമില്ല.
ഇനി അവര് ശാരീരിക ബന്ധത്തിൽ ഗർഭിണിയായ ഒരു കുഞ്ഞുണ്ടായാൽ ആ പെണ്ണ് പറയുന്നു എന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇതിനൊക്കെ നിയമങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് സദാചാര ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ മാന്യമായിട്ട് 21 വയസ്സായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് 21 വയസ്സ് വേണമെന്ന് പറയുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? എന്തിന്റെ പേരിലാ? മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ്. 1000 വട്ടം പറയാൻ കഴിയും. മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികൾ 16, 17, 18, 19 ഒക്കെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചയക്കുന്നു. നമ്മുടെ മറ്റ് സമുദായത്തിലുള്ള സഹോദരങ്ങളുടെ മക്കളെയോ അവർ ഇപ്പോഴും എന്റെ ഭാര്യയുടെ കൂടെ പഠിച്ച ഒരു പെണ്ണ് ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു. മറ്റ് സമുദായത്തിലുള്ളവർക്ക് പ്രായം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അവരുടെ വിവാഹം നടക്കുക. നേരത്തെ നടത്തുക അല്ലെങ്കിൽ പിന്നെ പ്രായം കഴിഞ്ഞിട്ട് നടത്തിയാലും അവർക്ക് നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാകെ കൊണ്ടുവന്നിട്ടുള്ള നിയമം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് അവർക്ക് എതിരായിട്ടുള്ള നിയമങ്ങളാണ്. നമ്മൾ ആലോചിക്കണം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് ഭൂഷണമല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആരൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമാനം നമുക്ക് അള്ളാഹു തന്നത് ഈമാൻ എന്ന അഭിമാനം, അത് കളയാതെ നമ്മൾ സൂക്ഷിക്കണം. അത് കളയരുത്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പറഞ്ഞു, കോവിഡ് അള്ളാഹു തന്ന ഒരു നിഅമത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. എന്തായിരുന്നു കല്യാണം? മുസ്ലിം സമുദായത്തിന്റെ കല്യാണം എന്തായിരുന്നു? ആർഭാടമായിരുന്നില്ലേ? പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും മാന്യമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അവരാണ്. ഒരു വിവാഹത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. പെണ്ണുങ്ങളെ പോയാൽ പുതിയ പെണ്ണിനെ കണ്ടോ, ബിരിയാണി തിന്നോ എന്നൊന്നും ചോദിക്കൂല. പെണ്ണെങ്ങനെ ഉണ്ട്, ആണുങ്ങളാണെങ്കിൽ ചെക്കൻ എങ്ങനെ ഉണ്ട്, ഇതൊക്കെ ചോദിക്കുന്നത്. ആ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവർ രണ്ടുമാണ്. അവരെ JCBയിൽ കൊണ്ടുവരിക, ടിപ്പറിൽ കയറ്റി കൊണ്ടുവരിക, ഈ അറബാനയിൽ കൊണ്ടുവരിക, കറിച്ചട്ടിയിൽ ആഹാരം കൊടുക്കുക. എന്തൊക്കെ വിരോധാഭാസങ്ങളായിരുന്നു. ആദ്യ രാത്രി അവളുടെ വീട്ടിൽ പോയിട്ട് മങ്കൂസ് മൗലിദ് ഓതുക. ജീവിതത്തിൽ വാപ്പ മരിച്ചിട്ട് യാസീൻ ഓതാത്ത മക്കളാണ്. അവന് ആദ്യ രാത്രി പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് മങ്കൂസ് മൗലിദ് ഓതുക. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? നാളെ ഇനി ഇത് ക്ലിപ്പാക്കണ്ട മങ്കൂസ് മൗലിദിനെ എതിർത്തെന്ന്. ഞാൻ പറയുന്നത് എന്താന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മങ്കൂസ് മൗലിദ് ഓതുക. കാരണം അവനും അവളും ഉറങ്ങരുത്, കിടക്കരുത്. ഇവൻ അവിടെ ഇരുന്ന് മങ്കൂസ് മൗലിദ് ഓതുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമായ അവസ്ഥകൾ പോട്ടെ, അതൊക്കെ നമുക്ക് തമാശയായിട്ട് എടുക്കാം. പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നമുക്ക് ചിലപ്പോൾ അതൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കതിൽ വെക്കാം. പക്ഷേ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത് കല്യാണങ്ങളിൽ നടക്കുന്ന ബൊഫേ സംസ്കാരം. ഇരുന്ന് വലത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു നമുക്ക് മാത്രം തന്നിട്ടുള്ള, നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രം തന്നിട്ടുള്ള പ്രത്യേകതയാണ്. ഇന്ന് വലിയ വലിയ കല്യാണങ്ങൾ, ആർക്കും വിഷമം തോന്നരുത്. തോന്നിയാലും എനിക്കൊന്നുമില്ല. ഞാൻ പറയാണ്, വലിയ വലിയ ആർഭാട കല്യാണങ്ങളിൽ പണത്തിന്റെ കൊഴുപ്പ് കൂടുമ്പോൾ ബൊഫേ സംസ്കാരം വെച്ചിട്ട് കാളകളെ പോലെ നടന്നു തിന്നുന്ന വൃത്തികെട്ട മ്ലേച്ഛമായ സംസ്കാരം, ആർഭാടം, ഇതൊക്കെ കാട്ടിക്കൂട്ടി അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. ഇപ്പൊ എന്താ സംഭവിച്ചത്? 10 പേര് 20 പേര് മാത്രം കല്യാണത്തിന്. അൽഹംദുലില്ലാ, കല്യാണം ചുരുക്കി. വീഡിയോ ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ 4 സൈഡും ആളുകൾ പകുതി അകത്തും ബാക്കി പകുതി പുറത്തുവാ. ബാക്കി പുറത്തിരിക്കുന്നത് പോലീസ് വന്ന് നോക്കിയിട്ടാണ്. പേടിച്ച് നിക്കാഹ് നടത്തി എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തടി സലാമത്താക്കുന്നു. അള്ളാഹുവിനെ പേടിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് ഭയപ്പെടുത്തും. അതിന്റെ ഒരു ചെറിയ ടെസ്റ്റാണ് ഇത്. പൂർണ്ണമായിട്ടില്ല, ഇതൊരു ടെസ്റ്റ് മാത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്. അഭിമാനം അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ആ അഭിമാനത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. ഒരിക്കലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശമായ ഒരു സ്വഭാവ വൈകൃതത്തിലേക്ക് ഇന്ന് വരെ ആരും ക്ഷണിച്ചിട്ടില്ല. അഭിമാനത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത്. പോകാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹു തന്ന അഭിമാനം, ആ ഇസ്സത്ത് ഒരിക്കലും നിങ്ങളെ കളഞ്ഞു കുളിക്കരുത്. അതിന് ഏറ്റവും നല്ല ഒരു മാതൃകാ വനിതയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ രണാങ്കണത്തിലേക്ക് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങുന്ന ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ
ജീവിതത്തിൽ അള്ളാഹു 4 ആൺമക്കളെ കൊടുത്ത ഒരു പെണ്ണുണ്ടായിരുന്നു. അവരുടെ പേര് ഹൻസ എന്നാണ്. ഹൻസ എന്ന് പറയുന്ന ഭർത്താവ് മരിച്ച് വിധവയായി കഴിയുന്ന ആ പ്രിയപ്പെട്ട മകളാരത്തിനും തന്റെ 4 ആൺമക്കളെ പിടിച്ചുകൊണ്ട് 4 ആൺമക്കളെയുമായിട്ട് വരുന്നു. വന്നിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതിന് മുമ്പായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, എനിക്ക് ആകെ ഉള്ളത് 4 ആൺമക്കളാണ്, എനിക്ക് ആകെയുള്ള 4 ആൺമക്കളാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ ർസുഖ്ഹുമുശ് ഷഹാദ, അവർക്ക് നീ രക്തസാക്ഷിത്വം നൽകണം, അവർക്ക് നീ രക്തസാക്ഷിത്വം നൽകണം. എനിക്ക് ഇത്ര ആഗ്രഹമുള്ളൂ, അവരെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഹൻസ റളിയല്ലാഹു തആല അൻഹ 4 ആൺമക്കളെയുമായിട്ട് ഖാദിസിയ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് വന്നു. എന്നിട്ട് 4 ആൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമക്കളെ, നിങ്ങൾ പോയി കുളിക്കുക, നിങ്ങൾ പോയി കുളിക്കുക, എന്നിട്ട് നല്ല മണവസ്തു പൂശുക, എന്നിട്ട് നിങ്ങൾ കഫൻ പുടവ അതെടുത്ത് നിങ്ങൾ ധരിക്കുക, കഫൻ പുടവ ധരിക്കുക, ഒരു മുണ്ടുടുക്കുക, ഒരു മുണ്ട് പുതച്ച് കഫൻ പുടവയ്ക്ക് ആവശ്യമായത് നിങ്ങളുടെ ശരീരത്തിൽ അണിയുക, എന്നിട്ട് രണാങ്കണത്തിലേക്ക് വരാൻ പറഞ്ഞു. ഹൻസ റളിയല്ലാഹുവിന്റെ കാത്തുനിന്നു. 4 ആൺമക്കളും പോയി കുളിച്ച് ഏറ്റവും നല്ല സുഗന്ധം, ഏറ്റവും നല്ല മുന്തിയ സുഗന്ധം പൂശി ആ 4 ആൺമക്കളും രണാങ്കണത്തിലേക്ക് കഫൻ പുടവ ധരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് ആ 4 മക്കളെയും വിളിച്ചിട്ട് ഹൻസ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാതെ നിൽക്കുന്ന ആ മക്കളോട് കരമനയിലെയും കുഞ്ചാലിമൂട്ടിലെയും സഹോദരിമാര് പറയണം. എന്താ പറയേണ്ടത്? ഇന്നിപ്പോ ഫർള് കിഫായല്ലേ, അതാരെങ്കിലും ഒക്കെ അങ്ങ് ചെയ്തോളും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. 65 വയസ്സായ ആളുകൾ റോട്ടിൽ ഇങ്ങനെ തെക്ക് വടക്ക് സർവീസാ. എന്താ, പള്ളി കയറിക്കൂടാ, നിങ്ങളെ വീട്ടിലിരിക്കാനാ പറഞ്ഞ, പുറത്തിറങ്ങരുതെന്നാ പറഞ്ഞത്. ഇത് പള്ളിയിൽ മാത്രം അവർക്ക് കയറിക്കൂടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പുറത്തൊക്കെ ആവാൻ കുഴപ്പമൊന്നുമില്ല, പള്ളിയിൽ മാത്രം പൊക്കൂടാ. ഇത് ആ ഒരു അവസ്ഥയിലേക്ക് കാലമെത്തി. മക്കളൊക്കെ ജുമയ്ക്ക് പോലും പുറത്ത് നിൽക്കുന്ന അവസ്ഥ. പറഞ്ഞു കൊടുക്കണം ഉമ്മമാര്. 4 ആൺമക്കളെയും മുമ്പിൽ നിർത്തിയിട്ട് ഹൻസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? ഖാദിസിയ രണാങ്കണത്തിലാണ് ഹൻസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി മാ ഖിന്തു അബാക്കും, എന്റെ പൊന്നുമക്കളെ, പടച്ചവനാണ് നിങ്ങളെ വാപ്പാനെ ഞാൻ ചതിച്ചിട്ടില്ല. വല്ലാഹി ഇന്നക്കും അബ്നാഉ റജുലുൻ വാഹിദി, നിങ്ങൾ 4 പേരും ഒരാളുടെ മക്കൾ തന്നെയാണ്. നിങ്ങളെ വാപ്പായ വഞ്ചിച്ചുകൊണ്ട് ഞാൻ മറ്റൊരുത്തനോടൊപ്പം പോയിട്ടില്ല, എന്റെ ശരീരം മറ്റൊരുത്തരുമായി പങ്കിട്ടെടുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ വാപ്പാനെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളുടെ വാപ്പ മരണപ്പെടുമ്പോ നിങ്ങളെ പൊന്നുപോലെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാണ്. നിങ്ങൾ 4 ഒരേ വാപ്പയുടെ മക്കൾ തന്നെയാണ്. പൊന്നുമക്കളെ, ഈ ഉമ്മ ആഗ്രഹിക്കുന്നത്, ഇന്നി അഹ്തസിബുകും ഇൻദല്ലാഹി യൗമൽ അക്ബർ, നാളെ പരലോകത്ത് നിങ്ങൾ ഉപകരിക്കണമെന്ന് ഈ ഉമ്മാക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഫൈദാ തൈതും, നിങ്ങൾ രണാങ്കണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതാരോടാണ് പറയുന്നത്? കുളിച്ച് ഏറ്റവും നല്ല മണവസ്തു പൂശിയിട്ട് കഫൻ പുടവ ധരിച്ചു നിൽക്കുന്ന 4 ആൺമക്കളോട് പറയുന്നു, പൊന്നുമക്കളെ, നിങ്ങൾ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ ഫഖ്ലിസൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഭിമാനത്തിന്റെ വാചകത്തിന് വേണ്ടി നിഷ്കളങ്കമായി നിങ്ങൾ പോരാടണം മക്കളെ. പോരാട്ടത്തിന്റെ പാതയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയരുത്. ഈ ഉമ്മയിന് നിങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് കാണല്ല മക്കളെ, എന്റെ മുന്നിൽ നിങ്ങൾ വരല്ലേ. നിങ്ങൾ ധീരമായി രക്തസാക്ഷിത്വം ഭരിച്ചിട്ടല്ലാതെ നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരല്ലേ എന്ന് പറഞ്ഞ ഹൻസ റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾക്കറിയുമോ, മരണവാർത്ത അറിയുന്നു. രണാങ്കണത്തിൽ 4 മക്കളും രക്തസാക്ഷിയായെന്ന വിവരം അറിയുമ്പോ ഹൻസ റളിയല്ലാഹു തആല ചിരിക്കുകയാണ്. ഹൻസ റളിയല്ലാഹു അൻഹയുടെ ചിരി കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തേ മക്കൾ മരിച്ചപ്പോ ചിരിക്കുകയാണോ? പിന്നെ ഞാൻ ചിരിക്കാതെയോ? എനിക്ക് അല്ലാഹു തന്ന പദവി നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ റഫഅ മൻസിലതി ബിശഹാദതി അബ്നാഇ അല്ലാഹുമ്മ ജഅൽഹും ഇൻദക യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ മക്കൾക്ക് രക്തസാക്ഷിത്വം നൽകി എന്നെ ആദരിച്ച അല്ലാഹ്, രക്തസാക്ഷികളുടെ ഉമ്മയാണെന്ന അഭിമാനം എനിക്കുണ്ട് പടച്ചവനെ, അഭിമാനം എനിക്കുണ്ട് പടച്ചവനെ.
അതൊരു വല്ലാത്ത അഭിമാനമാണ്, അത് വല്ലാത്ത അഭിമാനമാണ്. ഒരു മുസ്ലിം ഡോക്ടറല്ലേ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ട ഭൂമിയിലും മരണപ്പെട്ട ജവാന് വേണ്ടിയിട്ട് ആ ജവാന്റെ അമ്മയ്ക്ക് രോഗം വന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നു. ആ അമ്മയ്ക്ക് രോഗം ഭേദമാകുന്നു. അങ്ങനെ അമ്മയ്ക്ക് രോഗം ഭേദമായപ്പോ അവിടെ ചെന്നിട്ട് ചോദിച്ചു ഡോക്ടറോട് കാശെത്രയായി, ആശുപത്രിയല്ലേ കാശെത്രയായി എന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരങ്ങളെ തലയിൽ തൊപ്പിവെച്ച നമസ്കാര തഴമ്പ് നെറ്റിത്തടത്തിലില്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായിയായ ഡോക്ടർ എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പെടഞ്ഞു വീണു മരിച്ച ധീര ജവാന്റെ അമ്മയല്ലേ നിങ്ങൾ, അമ്മയല്ലേ നിങ്ങൾ? നിങ്ങളുടെ നെറ്റിത്തടത്തിൽ നിങ്ങളെ കാണുന്നത് ഞാൻ കാണുന്ന ചന്ദനക്കുറിയാണ്, എന്റെ നെറ്റിത്തടത്തിൽ ഞാൻ നിങ്ങളെ കാണുന്നത് നിസ്കാര തഴമ്പാണ്. ഞാൻ ഡോക്ടറാണ്, നിങ്ങളുടെ രോഗിയാണ്. നിങ്ങളുടെ രോഗമേ ശമനം വന്നല്ലോ, അതിന് കൂലി എത്രയെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ്, കൂലിയായിട്ട് ഇന്ത്യക്ക് വേണ്ടി മരിച്ച ധീര ജവാന്റെ പ്രിയപ്പെട്ട അമ്മയെന്ന നിങ്ങളോട് എനിക്ക് കൂലിയായി ചോദിക്കാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്. അങ്ങയുടെ നെറ്റിത്തടത്തിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടോ, അങ്ങയുടെ നെറ്റിത്തടത്തിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. ഇതാരാണ് പറയുന്നത്? നാടനീളെ മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണെന്ന് പറയുന്ന കോമരങ്ങൾക്ക് എംബോക്കികൾക്ക് ഇത് വല്ലതും അറിയോ? അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന ഒരാൾ ഈ രാജ്യത്തിന് വേണ്ടി പെടഞ്ഞു വീണു മരിച്ച ധീര ജവാന്റെ അമ്മയുടെ കുങ്കുമം തേച്ചിരിക്കുന്ന നെറ്റിത്തടത്തിൽ ചുംബനമാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ ചികിത്സിച്ചത്, ഇത് എനിക്ക് നിങ്ങൾ തരുന്ന കൂലി എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട അനുയായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ അഭിമാന വാചകത്തിന്റെ അനുയായി ആയതുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ അഭിമാനത്തിന്റെ വാചകത്തിന്റെ അനുയായി ആയതുകൊണ്ട് ഇത് കാണാതെ പോകുന്ന ഈ രാജ്യത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണേ. ഹൻസ റളിയല്ലാഹു തആല അൻഹ 4 മക്കളുടെ രക്തസാക്ഷിത്വം മറിഞ്ഞ് ചിരിച്ചതെന്തെന്ന് ചോദിക്കുമ്പോ എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ്, രക്തസാക്ഷികളുടെ മാതാവെന്ന പരിഗണന എനിക്ക് വേണ്ടത്. എന്റെ പടച്ചവനെ അല്ലാഹുമ്മ ജഅൽഹും ഇൻദക, നിന്റെ അടുക്കൽ ആ 4 മക്കളെയും നീ വെക്കണം പടച്ചോനെ, എനിക്ക് ഉപകരിക്കണം. എപ്പോഴെന്നറിയോ? യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സന്താനങ്ങൾ സമ്പാദ്യം ഉപകരിക്കാത്ത ഭീകരമായ മഹ്ശറ വനസഭയിൽ ഒരു ചാൻമുകളിൽ കപ്പിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പ് തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ, ആ മഹ്ശറയിൽ എനിക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നിനക്ക് തന്നിരിക്കുകയാണ് റബ്ബേ. അള്ളാഹുവിന് വേണ്ടിയിട്ട് 4 മക്കളെ കൊടുത്ത ബീവി ഹൻസ റളിയല്ലാഹു അൻഹമാരായി മാറണം. അഭിമാനമാണ് അള്ളാഹു നമുക്ക് നൽകിയത്, അഭിമാനമാണ്. തൊപ്പി വെക്കുക എന്ന് പറയുന്നത് അഭിമാനമാണ്. നിസ്കാരത്തഴമ്പ് നെറ്റിത്തടത്തിൽ വരുന്നത് അഭിമാനമാണ്. കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്നത് അഭിമാനമാണ്. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങി കേൾക്കുന്നത് അഭിമാനമാണ്. 5 നേരം സൃഷ്ടാവായ സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും ഇസ്സത്തിന്റെ, അഭിമാനത്തിന്റെ, ആദരവിന്റെ, ആരുടെ മുമ്പിലും കുനിക്കാത്ത ശിരസ് നിലത്തു വെച്ചിട്ട് പൃഷ്ഠഭാഗം അതിനേക്കാൾ ഉയരത്തിൽ വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, ഉന്നതൻ നീ മാത്രമാണെന്ന് വിളിച്ചു പറയുന്ന സുജൂദ് ചെയ്യുന്നത് അഭിമാനമാണ്. ഈ അഭിമാനം കളഞ്ഞു കുളിക്കരുത്, നമ്മൾ മുറുകെ പിടിക്കണം അഭിമാനം. അതിന്റെ പേരിൽ പെടഞ്ഞു മരിച്ചാൽ യമൻ പണ്ഡിതനായ താവൂസ് എന്നവർ, യമനിലെ പണ്ഡിതനായ താവൂസ് എന്നവർ പരിശുദ്ധ ഉംറ നിർവഹിച്ച് മത്താഫിലെ തവാഫ് ചെയ്ത് പൂർത്തീകരിച്ച് പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ മത്താഫിൽ ഇരിക്കുമ്പോൾ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കടന്നു വരുന്നു. ഭരണാധികാരി, അക്രമകാരിയാണ്. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം വന്ന് തവാഫ് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹവും മത്താഫിൽ ഇരുന്നു. 4 ഭാഗത്തും പട്ടാളക്കാര്. ആ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ, യമൻ പണ്ഡിതനായ താവൂസ് എന്നവർ നോക്കി നിൽക്കുമ്പോ, യമൻകാരനായ സാധാരണക്കാരനായ ഒരു കറുത്ത മനുഷ്യൻ അയാൾ ഇങ്ങനെ തവാഫ് ചെയ്ത് കൊണ്ടുവരുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു കുന്തം, അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ കരുതുന്നവരാണല്ലോ, ആ കുന്തം ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശരീരത്തിൽ വീണു. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ 1,24,000 പണ്ഡിതന്മാരെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയ
ജനിച്ചപ്പോൾ തന്നെ തൊട്ടുകൊടുത്തത് ഹജ്ജാജ് ബിൻ യൂസുഫിന് ആടിനറുത്തിട്ടതിന്റെ രക്തമായിരുന്നു തൊട്ടുകൊടുത്തത്. അന്ന് തുടങ്ങിയതാ രക്തത്തോടുള്ള കൂറ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നീ എവിടത്തുകാരനാടാ? ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വന്നതാ. യമനിന്റെ ഭരണാധികാരി എങ്ങനുണ്ട്? ആരായിരുന്നു? ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അനുജനായിരുന്നു മുഹമ്മദ് ബിൻ യൂസുഫ്. ചോദിച്ചു, എങ്ങനെയുണ്ട് യമന്റെ ഭരണാധികാരി, എങ്ങനെയുണ്ട്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യൻ ഉടനെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നഹു സമീനും ബത്തീനുൻ, അയാൾ നല്ല തടിച്ചു കൊടുത്ത ഒരു കൊടവയറനാണല്ലോ, എനിക്കറിയാലോ എന്ന് പറഞ്ഞു. ഹജ്ജാജ് ബിൻ യൂസുഫ് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ ആകാര സൗട്ടവുമല്ല ചോദിച്ചത്, അയാളുടെ നീതിയെ പറ്റിയാ ചോദിച്ചത്. എന്താ അദ്ദേഹത്തിന്റെ നീതി? കാര്യങ്ങളൊക്കെ ദാഹത്തായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹജ്ജാജ് ബിൻ യൂസുഫിനോട് ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഇന്നഹു ലാലിമുൻ ഗശൂബുൻ, ഇയാളെ പോലെ അക്രമിയും ഇയാളെ പോലെ മനുഷ്യത്വമില്ലാത്ത ലോകത്ത് വേറെ ആരും കണ്ടിട്ടില്ല. ഹജ്ജാജ് ബിൻ യൂസുഫിന് ദേഷ്യം ഒന്ന് ചോദിച്ചു, എന്റെ സഹോദരനാണെന്ന് നിനക്കറിഞ്ഞൂടെ? ആ സമയത്ത് എന്താ മനുഷ്യൻ പറഞ്ഞെന്നറിയോ? എടോ ഹജ്ജാജ്, നീ നിന്റെ അനിയനെ കൊണ്ട് അന്തസ് നടിക്കുന്നതിനേക്കാൾ എന്റെ പടച്ചവന്റെ വിഷയത്തിൽ ഞാൻ അഭിമാനിക്കുന്നവനാ, ഞാൻ എന്റെ അള്ളാഹുവിന്റെ പേരിൽ അഭിമാനിക്കുന്നവനാന്ന് പറഞ്ഞു. താവൂസ് എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, വല്ലാഹി മാ ബഖിയത്ത് ശഅറത്തും ഫി റഅസി ഇല്ലാ ഖാമത്തു മിൻ ഹാദിഹിൽ കലിമ, പടച്ചോനാണ് എൻ്റെ ശരീരത്തിൽ ഒരു രോമവും ഇല്ല ഖാമത്ത്, അത് എഴുന്നേറ്റ് നിൽക്കാതെ ഇല്ല എന്ന് പറഞ്ഞാൽ രോമം എവിടെയൊക്കെ ഉണ്ടോ ഈ താവൂസ് എന്ന പണ്ഡിതന്റെ ശരീരത്തിലെ മുഴുവൻ രോമവും എഴുന്നേറ്റ് നിന്നു. മിൻ ഹാദിഹിൽ കലിമത്തി, ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞ വാക്കുകൊണ്ട് എന്താ പറഞ്ഞത്? എൻ്റെ പടച്ചവനെ കൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ക്ഷണിച്ചത് അഭിമാനത്തിലേക്കാണ്. ആ അഭിമാനം ഒറ്റ ഒരുത്തന്റെ മുമ്പിലും മരിക്കേണ്ടി വന്നാലും പെടഞ്ഞു മരിക്കേണ്ടി വന്നാലും, നമ്മളെ ഭീകരമായ നിലയിൽ ചുട്ടുകൊല്ലേണ്ടി വന്നാലും, എന്തൊക്കെ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നാലും, ഏതൊക്കെ രീതിയിൽ നമ്മൾ അടിച്ചമർത്തിയാലും, കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും, അറുത്തു മുറിച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്സത്തിന്റെ അഭിമാനത്തിന്റെ വാചകത്തിൽ നിന്ന് ഒരു സെന്റിമീറ്റർ പോലും പിന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകരുത്. അവിടേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ക്ഷണിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിമാനത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു താബിയായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു ദിവസം അസ്വദുൽ അനസി എന്ന് പറയുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കള്ളപ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോ അസ്വദുൽ അനസി ചോദിച്ചു, എടോ നീ എന്നെ കൊണ്ട് വിശ്വസിക്കോ? ഇല്ല. നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കോ? ബി അബി ഹുവ വ ഉമ്മി, എന്റെ വാപ്പയും ഉമ്മാക്ക് ഞാൻ അവർ പ്രവാചകനെ ദണ്ണം വച്ചിരിക്കുക, എല്ലാം എന്റെ പ്രവാചകനെ സമർപ്പിച്ചിരിക്കുക, എന്റെ എല്ലാം എന്റെ ഹബീബാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിന്നെ അതുല്യമായ നിലയിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. നീ എങ്ങനെയാണോ കൊന്നോ, ഞാൻ എന്റെ അള്ളാഹുവിനെയും എന്റെ റസൂലിനെയും മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാ. ഒരു ഇഞ്ച് പോലും പൊന്നുമോനെ എന്നെ പിന്നോട്ട് മാറ്റി ചിന്തിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം എങ്ങനെയാ ശിക്ഷിച്ചെന്നറിയോ? ഇബ്രാഹിം നബിയെ ആസറും പരിവാരങ്ങളും നടത്തിയതുപോലെ തീ കൂട്ടിയിട്ട് ആ തീയിലേക്ക് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി താബിഈ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെറിഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയോ? ഞാനതാ പറയുന്നത് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, സഹോദരങ്ങളെ, ഒരിക്കലും അസ്വദുൽ അനസി എന്ന കള്ളപ്രവാചകനെ കൊണ്ട് വിശ്വസിക്കില്ല. എനിക്ക് എന്റെ വലുതെന്റെ ഹബീബാണ്, എന്റെ നായകനാണെന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തീ കുണ്ടാരമുണ്ടാക്കിയിട്ട് അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിഞ്ഞു. അബൂ മുസ്ലിമുൽ ഖൗലാനി താബിഈ റളിയല്ലാഹു തആല അൻഹു ആ തീ കുണ്ടാരത്തിലേക്ക് ചെന്ന് വീണുമ്പോൾ ഇബ്രാഹിം ഖലീൽ റളിയല്ലാഹു അലൈഹിസ്സലാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി എന്ന മനുഷ്യ നാഗരികതയുടെ പ്രമിതാമഹൻ ആസറിന്റെ മകനായി ജനിച്ച് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി ഏത് വാചകമാണോ മൊഴിഞ്ഞത്, ആ തീക്കുണ്ടാരത്തിൽ കിടന്നു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞാൻ അല്ലാഹുവിനെല്ലാം പരമേൽപ്പിക്കുന്നു, എനിക്ക് എന്റെ റബ്ബ് മതിയായവനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു രോമം പോലും കരിയാതെ അബൂ മുസ്ലിമുൽ ഖൗലാനി താബിഈ തങ്ങൾ തിരികെ കയറി വന്നു. ഈ വിവരം മദീനയിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്
ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിവരമറിയുകയാ. ഉമർ റളിയല്ലാഹു അൻഹു വഴിയിൽ കാത്തുനിന്നു. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു എന്ന താബിആയ മനുഷ്യനെ കാത്തുനിന്നു. ആ താബിആയ മനുഷ്യൻ മദീനയിലെത്തുമ്പോഴേക്കും ഉമർ തങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ചുടുചുംബനങ്ങൾ കൊടുത്തു. നേരെ കൊണ്ടുപോയത് എവിടെയെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിൽ അബൂബക്കർ തങ്ങൾ എന്ന ഭരണാധികാരിയുടെയും ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന ധീരനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെയും ഇടയിൽ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി താബി തങ്ങളെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ് അല്ലദീ അറാനാ ഫീ ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫഅല ബിഹി കമാ ഫഅല ബി ഇബ്രാഹിമിൽ ഖലീൽ. ഇബ്രാഹിം നബിയെ, അല്ലാഹുവേ ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ ഈ ഉമ്മത്തു മുഹമ്മദിന് നീ ഒരു സമ്മാനം തന്നു ഇബ്രാഹിമായി. ആ ഇബ്രാഹിമിനെയാണ് ഞങ്ങൾ ചേർത്തിരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും ഇടയിലിരിക്കുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ ഉമ്മത്തിലെ ഇബ്രാഹിം നബിയാണെന്ന് വാക്ക് പറഞ്ഞ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചേർത്ത് നിട്ട് ചുംബനം കൊടുത്തത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാത്തതിന്റെ പേരിലാണ്. അഭിമാനത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ ഹബീബ് ക്ഷണിക്കുന്നത് അഭിമാനത്തിലേക്കാ. നമസ്കാരം ലഹരിയാക്ക്. കോവിഡ് വരും പോകും, തീർന്നെന്നാ നമ്മൾ കരുതിയത്. ഇന്നിപ്പോ എണ്ണം കുറവ് കാണിക്കുന്നു, നാളെ എണ്ണം കൂടിക്കാണിക്കുന്നതോ നമുക്കറിയില്ല. ഏതായിരുന്നാലും നാളെ കൂടുന്നു, ഇന്ന് കുറയുന്നു, മറ്റന്നാ കുറയുന്നു, വീണ്ടും കൂടുന്നു. കൂടട്ടെ കുറയട്ടെ, നമുക്കതുമല്ല ഒരു പ്രശ്നമല്ല. നമുക്ക് വലുത് സ്വത്വബോധമാണ്. നമുക്ക് വേണ്ടത് ഇസ്സത്താണ്. ആ ഇസ്സത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച് നമ്മളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു നമ്മുടെ ഹബീബിന്റെ കൈത്തട്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വിളക്ക് വെച്ച് പാത്രത്തിലെ വെള്ളത്തിലേക്ക് വിളക്കിന്റെ വെട്ടത്തിൽ ആ എണ്ണ വിളക്കിന്റെ വെട്ടം കണ്ടിട്ട് പാറി വരുന്ന പ്രാണികൾ ആ എണ്ണയിലേക്കും ആ വെള്ളത്തിലേക്കും വീഴുന്നത് പോലെ നിങ്ങൾ ഓടിച്ചെന്ന് നരകത്തിൽ വീഴാൻ പോകുന്നു. ഞാൻ നിങ്ങളുടെ അരയ്ക്ക് പിടിച്ചിട്ട് രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് വിളിച്ചത് അഭിമാനത്തിലേക്കാ. ആ അഭിമാനം നമുക്ക് അള്ളാഹു തന്നു, ആദരിച്ചു. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ കളയാതെ മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.